Hi everyone. In this section, we will be studying basis path testing and control structure testing. So, basis path testing എന്ന് പറയുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ഓൾറെഡി വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമ്മൾ ഫെമിലർ ആണ്. അതുപോലത്തെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാറ്റഗറിയിൽ അണ്ടറിൽ വരുന്നതാണ് ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് ആൻഡ് ദാറ്റ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഇസ് പ്രപ്പോസ്ഡ് ബൈ ടോം മെക്കബെബ്. അതുപോലെ തന്നെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഇറ്റ് ഹാവ് ദി എബിലിറ്റി ഓർ ഇറ്റ് എനേബിൾസ് ദ ടെസ്റ്റ് കേസ് ഡിസൈനർ. അതുപോലെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി മെഷർ ചെയ്യാനും ബാക്കി ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്യാനും അതൊക്കെ സാധ്യമാണ്. ഓക്കെ, സോ ഈ ഒരു ബേസിക് പാത്ത് ടെസ്റ്റിംഗ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് എക്സിക്യൂഷൻ പാത്ത്സ് ഉണ്ട്, അതിനെ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കൂടിയാണ്. അപ്പം നമുക്ക് വേണ്ടി ടെസ്റ്റ് കേസസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രാമിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുമ്പം ഈ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് നമ്മൾ കൊടുക്കണം. സോ ദിസ് ഇസ് ബേസിക്കലി ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ. എങ്ങനെയാണ് ബേസിക് പാത്ത് ടെസ്റ്റിംഗ് നമ്മൾ കോംപ്ലക്സിറ്റി മെഷർ ചെയ്യാനും അതൊരു ബേസിസ് സെറ്റ് ഓഫ് എക്സിക്യൂഷൻ പാത്ത് ഡിഫൈൻ ചെയ്യാനും യൂസ് ചെയ്യുന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ്. വി വിൽ മൂവ് ഇൻ ടു ഡീറ്റെയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്ലോ ഗ്രാഫ് നൊട്ടേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൾറെഡി വി ആർ ഫെമിലിയർ വിത്ത് കൺട്രോൾ ഫ്ലോ ഗ്രാഫ്. അതിൽ എങ്ങനെയാണ് നോട്ട്സ് വരുന്നത്, എങ്ങനെയാണ് എഡ്ജസ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഒരു ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കൺട്രോൾ ഫ്ലോൻ്റെ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അത് ഡെപിക്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇറ്റ് ഷോസ് ദ നൊട്ടേഷൻസ് ഫോർ വേർട്ടെക്സ്, എഡ്ജസ്, അതിൻ്റെ ഫ്ലോ ഒക്കെയാണ് അത് ഡെപിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലോ ഗ്രാഫിലുള്ളിൽ എപ്പോഴും ഒരു നോഡ് ഉണ്ടാവും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സർക്കിൾ ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് വൺ ഓർ മോർ പ്രൊസീജിയറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഫ്ലോ ഗ്രാഫിൽ എപ്പോഴും അതിന് റിലേറ്റഡ് ആയിട്ട് സർക്കിൾസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് വൺ ഓർ മോർ പ്രൊസീജിയറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ഫ്ലോ ഗ്രാഫിൽ ആരോസും ഉണ്ടാവും. ആരോസ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ. അതിന് എഡ്ജസ് എന്നാണ് നമ്മൾ പറയുക. നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഏരിയാസ് ബൗണ്ടഡ് ബൈ എഡ്ജസ് ആൻഡ് നോട്ട്സ് ആർ കോൾഡ് റീജിയൻസ്. അപ്പം എഡ്ജും നോട്ട്സും കൂടി ഒരു പർട്ടിക്കുലർ റീജിയൻ ആക്കും. അതിനെ ആ ഏരിയനെയാണ് നമ്മൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റീജിയൻസ് കൗണ്ട് ചെയ്യാൻ സമയത്ത് നമുക്ക് ഗ്രാഫിന് പുറത്തുള്ള റീജിയൻസും ഏരിയാസും കൂടി ചിലപ്പോൾ കവർ ചെയ്യേണ്ടി വരും. കാരണം there the nodes and edges also will be included in our area. നെക്സ്റ്റ് വി ഹാവ് പ്രെഡിക്കേറ്റ് നോഡ്. പ്രെഡിക്കേറ്റ് നോഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സെപ്പറേറ്റ് നോഡാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു നോഡാണ് പ്രെഡിക്കേറ്റ് നോഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇഫ് എ ഓർ ബി അങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ അവിടെ ഒരു ഇഫ് ലൂപ്പ് വരാണ്. ലൈക്ക് ട്രൂ ആണെങ്കിൽ എ പ്രിൻറ്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ബി. അപ്പോൾ രണ്ട് കണ്ടീഷൻ വരും. അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ കാണിക്കാനാണ് നമ്മൾ സെപ്പറേറ്റ് നോഡായിട്ട് പ്രെഡിക്കേറ്റ് നോഡിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ നോട്ട്സിനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രെഡിക്കേറ്റ് നോട്ട്സും ഉണ്ടാവും. സോ ദിസ് ഇസ് എ typical figure representing predicate node. So here as you can see A and B is going to be the predicate node. അപ്പോൾ ഇവിടെ നിന്നാണ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫ്ലോ തുടങ്ങുന്നത്. അപ്പം if A or B then procedure X else procedure Y. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ A ട്രൂ ആണെങ്കിൽ ഉറപ്പായിട്ടും X ആണ്. A ട്രൂ അല്ലെങ്കിലാണ് പിന്നെ ബിയിലേക്ക് പോവുക. പിന്നെ അതിന് ശേഷമാണ് X ആൻഡ് Yയുടെ കണ്ടീഷൻ വരുന്നത്. സോ ഹെൻസ് A and B becomes a predicate node. കാരണം അവർ വെച്ചാണ് നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. So that A and B checks for the conditions. Okay, അങ്ങനെ ഉണ്ടാവുന്ന കേസിലാണ് we say them as a predicate node. Next we have the independent program paths. Independent program path എപ്പോഴാണ് നമ്മളൊരു പ്രോഗ്രാം അതിലുള്ള പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്? ആ ഒരു പാത്തിൽ കൂടി നമ്മുടെ പ്രോഗ്രാം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമ്മൾ ട്രാവൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരു ന്യൂ കണ്ടീഷൻ ആവട്ടെ, അറ്റ്ലീസ്റ്റ് വൺ എവറി സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ട്രാവേഴ്സ്ഡ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് പാത്ത്. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് ഏതൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഫസ്റ്റ് നമുക്ക് വരുന്ന ഇൻഡിപെൻഡൻറ്റ് പാത്ത് എന്ന് പറയുന്നത് 1 to 11 ആണ്, ഡയറക്റ്റ് 1 to 11. അപ്പം ഇനി വേറൊരു ട്രാവേഴ്സിൽ ഇതിൽ കൂടി നടക്കില്ല. സോ ദാറ്റ് ബിക്കംസ് എൻ ഇൻഡിപെൻഡൻറ്റ് പാത്ത് അറ്റ്ലീസ്റ്റ് വൺസ് ഇറ്റ് ഇസ് വിസിറ്റഡ്. ദെൻ ദ സെക്കൻഡ് പാത്ത് ഇറ്റ് ഗോസ് ലൈക്ക് 1 2 3 4 5 ദെൻ 10 പിന്നെ 1 പിന്നെ 11. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതും ഒരു ഇൻഡിപെൻഡൻറ്റ് പാത്താണ് വിച്ച് ഇസ് നെവർ ട്രാവേഴ്സ്ഡ് ബിഫോർ. അതുപോലെ തന്നെ നെക്സ്റ്റ് തേർഡ് വൺ യു ക്യാൻ സി 1 2 3 ദെൻ യു ഹാവ് 6 8 9 10 1 11. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും അതൊരു അപ്പം അത് 4 പാത്ത്സ് ഉണ്ട്. അപ്പോൾ ഈ 4 പാത്ത് നിങ്ങൾ ട്രാവേഴ്സ് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു ഫിഗറിൽ.
എവറി പാത്ത് ഇസ് ഇൻഡിപെൻഡൻറ്റ് പാത്ത്. അപ്പോൾ നമ്മൾ ആ പാത്ത് ഒരിക്കലും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമുക്കിപ്പം ഇപ്പോൾ 10 to 1, 1 to 11 ഓൾറെഡി വിസിറ്റഡ് ആണ്. ബട്ട് അത് വേറെ വിസിറ്റ് ചെയ്തതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് പാത്തായിട്ട് ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഈ പാത്ത് 1, 2, 3, 4, 5 ഈ പാത്ത് ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് പാത്താവില്ല. കാരണം ഇത് ഓൾറെഡി സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പാത്താണ്. നമ്മൾ 10ലേക്ക് വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് 1ലേക്ക് പോകുന്ന സിനാരിയോ ആണ്. ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 10 പിന്നെയും ഇങ്ങനെ പിന്നെയും 1, 2 അങ്ങനെ ആ പാത്ത് വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ദിസ് പാത്ത്. ഇറ്റ് ഈസ് സിംപ്ലി എ കോമ്പിനേഷൻ ഓഫ് ഓൾറെഡി സ്പെസിഫൈഡ് പാത്ത് ആൻഡ് ഇറ്റ് ഈസ് ഡസ് നോട്ട് ഗോയിങ് ടു ട്രാവേഴ്സ് എനി ന്യൂ എഡ്ജസ്. But that is the difference between independent path and the path which is not independent. Next we move on to cyclomatic complexity. Cyclomatic complexity എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് ഉണ്ട്. അപ്പം ഓരോ പ്രോഗ്രാംസിനും അതിൻ്റെതായിട്ടുള്ള നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് റെപ്രസെൻറ്റ്സ് ദ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ എത്രത്തോളം ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് ഉണ്ട് അതിൻ്റെ നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് ഇറ്റ് ഇസ് എ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം. അപ്പം ഒരു പ്രോഗ്രാമിൽ എത്ര നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് വേണം എന്നൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ നമ്പർ ഓഫ് ടെസ്റ്റ് എത്ര വേണം എന്നുള്ളൊരു അപ്പർ ബൗണ്ടും ഇത് തരും. ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ എൻഷ്യൂർ ദാറ്റ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ഹാവ് ബീൻ എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ഫ്ലോ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് കേസസ് കൊടുത്താൽ മതി. അതനുസരിച്ച് നമ്മുടെ എല്ലാ പാർട്സും അത് കറക്റ്റായിട്ട് ട്രാവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. സോ ഹെൻസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം. ഡീറ്റെയിൽ ആയിട്ട് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി നമ്മൾ നെക്സ്റ്റ് അപ്കമിങ് സെക്ഷൻസിൽ പഠിക്കും. അതിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. സോ ദിസ് ഇസ് എ സ്മോൾ ബിറ്റ് in basis path testing how cyclomatic complexity is represented. Next we have the deriving test cases. So നമ്മൾ ഈ കോണ്ടെക്സ് കൺട്രോൾ ഫ്ലോ ഗ്രാമർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കൺട്രോൾ ഫ്ലോ ഗ്രാമർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതും കോഡ് ചെയ്യുന്നതും ഓക്കെ. സോ ബേസിക്കലി ടെസ്റ്റ് കേസ് ഡിറൈവ് ചെയ്യുമ്പം നമ്മൾ ഈ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ കോഡിങ്ങും ഡിസൈൻ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പാത്സും കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് വി വിൽ പ്രിപ്പയർ എ ടെസ്റ്റ് കേസ് ദാറ്റ് വിൽ ഫോഴ്സ് ദ എക്സിക്യൂഷൻ ഓഫ് ഈച്ച് പാത്ത് ഇൻ ദ ബേസിസ് സെറ്റ്. അപ്പം ഒരു ബേസിസ് സെറ്റ് എന്ന് പറഞ്ഞ സെറ്റിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വരും. അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻഡിവിജ്വലി ട്രാവേഴ്സ് ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് വി പ്രിപ്പയർ ഫോർ ദ ടെസ്റ്റ് കേസ്. ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുമ്പം അതിൽ ചൂസ് ചെയ്യുന്ന ഡാറ്റാസൊക്കെ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യണം. അവർ പ്രെഡിക്കേറ്റ് നോട്ട്സിനെ അപ്രോപ്രിയേറ്റ്ലി യൂസ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ആ പാത്ത് സെറ്റ് ചെയ്യും വേണം. അതുപോലെ തന്നെ ആ ടെസ്റ്റ് കേസ് വെച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് എല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യും വേണം. ആൻഡ് അറ്റ് ദ തേർഡ് പോയിന്റ്, once all the test cases have been completed, the tester can be sure that all statements in the program have been executed at least once. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ പാരലലി ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പം എല്ലാ ടെസ്റ്റ് കേസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും വി ക്യാൻ ബി ഷുവർ ദാറ്റ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രോഗ്രാം ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് ദാറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് വൺസ്. കാരണം നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ഫോളോ ചെയ്താലും നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്തത് ഏതൊക്കെയാണ് ചെയ്യാത്തതെന്നുള്ള ഒരു ലിസ്റ്റ് നമുക്ക് എടുക്കാം. So according to that we should prepare test cases and by calculating the cyclomatic complexity. So idana basis path testing. Next we move on to control structure testing. Control structure testing എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് പഠിച്ച ടെക്നിക്കിൽ എങ്ങനെയാണ് നമ്മൾ യൂഷ്വലി അതിൽ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറും കൂടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. So ഈ control structure testing which comes under white box testing technique is focusing on the control structures that is present in the സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ ബേസിസ് പാത്ത് ടെക്നിക്കിൽ ഓൾറെഡി കണ്ടത് നമുക്ക് എത്ര നമ്പർ ഓഫ് ടെക്നിക്സ് വേണം, ഈ ഒരു കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് നടത്താൻ എത്ര നമ്പർ ഓഫ് ടെക്നിക്സ് വേണം, സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിസ് പാത്ത് ടെസ്റ്റിങ്ങിൽ കണ്ടത്. അപ്പോൾ ബേസിക് പാത്ത് ടെസ്റ്റിംഗ് സിമ്പിളാണ്, എഫക്റ്റീവാണ്. ബട്ട് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് മച്ച് എഫിഷ്യൻറ്റ്. സോ ഹെൻസ് വി യൂസ് ദ കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ്. അപ്പം കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിങ്ങിൽ വരുന്ന കുറച്ച് ടെസ്റ്റിംഗ് കവറേജ് ഒക്കെ ബ്രോഡൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് കൂടിയാണ്. സോ ദേ ആർ ഡിവൈഡ് ഇൻ ടു 3 ആസ് യു ക്യാൻ സീ, ദാറ്റ് ഇസ് കണ്ടീഷൻ ടെസ്റ്റിംഗ്, ഡാറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് ആൻഡ് ലൂപ്പ് ടെസ്റ്റിംഗ്. സോ ഫസ്റ്റ് ഇസ് കണ്ടീഷൻ ടെസ്റ്റിംഗ്. കണ്ടീഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെസ്റ്റ് കേസ് ഡിസൈൻ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ ലോജിക്കലായിട്ട് വരുന്ന കണ്ടീഷൻസ് ഒക്കെ
ടെസ്റ്റിംഗ്. ഈ ലോജിക്കൽ കണ്ടീഷൻസ് എവിടെ ഉണ്ടാവുന്നത്? പ്രോഗ്രാം കോഡിൻ്റെ അകത്ത്, പ്രോഗ്രാം മോഡ്യൂളിൻ്റെ അകത്താണ് ഈ ലോജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. സോ ആ ലോജിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് കണ്ടീഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഓരോ കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴും നമ്മൾ കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് ചെയ്യേണ്ട ആൾ എൻഷുർ ചെയ്യേണ്ടതാണ് അതിൽ എറേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന്. ലൈക്ക് കണ്ടീഷൻ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ വി ഫോക്കസ് ഓൺ ദ കണ്ടീഷൻസ് ദാറ്റ് ഇസ് ബീങ് ഗിവൺ ഇൻ ദ പ്രോഗ്രാം. സോ ദ ടൈപ്സ് ഓഫ് എറർ ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ദ കണ്ടീഷൻസ് മേ ബി the boolean operator error, or and not, the boolean variable error, boolean parenthesis, അതായത് ബ്രാക്കറ്റ്സ് തുറന്നോ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തോ അങ്ങനത്തെ എറേഴ്സ്, പിന്നെ റിലേഷണൽ ഓപ്പറേറ്ററിൽ വരുന്ന എറർ, പിന്നെ അർത്തമാറ്റിക് ഓപ്പറൻസിൻ്റെ യൂസേജിൽ വരുന്ന എറർ. ഇത്രയും 5 ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ് യൂഷ്വലി കണ്ടീഷൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന എറേഴ്സ്. സോ വെൻ വി പെർഫോം ദിസ് ബൂലിയൻ ഓപ്പറേഷൻ, അപ്പോൾ ഒരു സിമ്പിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബൂലിയൻ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ആൻഡോ നോട്ടോ എന്തെങ്കിലും ഒരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ ഹിയർ യു ക്യാൻ സീ വൺ എക്സാമ്പിൾ ദാറ്റ് ഇസ് E1 ആൻഡ് E2. ഇവ രണ്ടും ഒരു അർത്തമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ്. സോ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഏതും വരാം. അപ്പോൾ അങ്ങനെ വെച്ച് ചെറിയൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സിമ്പിൾ കണ്ടീഷൻ എന്ന് പറയാം. കോമ്പൗണ്ട് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ സിമ്പിൾ കണ്ടീഷൻസ് വരുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് കോമ്പൗണ്ട് കണ്ടീഷൻ. അതായത് പാരന്തസിസും അതിൻ്റെ ഉള്ളിൽ കുറേ കണ്ടീഷൻ എക്സ്പ്രഷൻ വാലുവേഷൻ ഒക്കെ വരുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് കോമ്പൗണ്ട് കണ്ടീഷൻ. അപ്പം നമുക്ക് എന്താണ് കോമ്പൗണ്ട് കണ്ടീഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ആണ് ഓർ ആൻഡ് നോട്ട്. നമുക്ക് അവർ വെച്ചിട്ട് നമുക്ക് കുറേ സിമ്പിൾ കണ്ടീഷൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുമ്പോൾ കാണുന്നതാണ് കൂടുതലും എറേഴ്സ്. അപ്പോൾ അതനുസരിച്ച് ലോജിക്കൽ കണ്ടീഷൻസ് വരുന്ന എറേഴ്സും പിന്നെ സീക്വൻഷ്യലി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ വരുന്ന എറേഴ്സൊക്കെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ്. ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡാറ്റ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന റിസോഴ്സസ്, ആ ഡാറ്റയുടെ ഫ്ലോ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതിനാണ് വി മെൻഷൻ ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ്. സോ ആക്ച്വലി ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫോം ഓഫ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ആൻഡ് ദ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക് ആൻഡ് ഇറ്റ് ബേസിക്കലി ഫോക്കസ് ഓൺ ദ പ്രോഗ്രാം വേരിയബിൾസ് ആൻഡ് ദി പാത്ത്. അപ്പം നമ്മൾ ഓരോ പാത്തിലും ഓരോ വേരിയബിൾസ് വെച്ചായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വേരിയബിൾസും അതിൻ്റെ പാത്തും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോ ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ വി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ നിന്ന് ഡിക്ലെയർ ചെയ്തു, എവിടെ നിന്ന് ഡിഫൈൻ ചെയ്തു, എവിടെ അത് യൂസ് ചെയ്തു, എവിടെ അതിനെ അസൈൻ ചെയ്തു, എവിടെയൊക്കെ അതിനെ ഇനീഷ്യലൈസ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതുപോലെ തന്നെ എവിടേക്കാണ് അത് യൂസ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. സോ ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദീസ് 2 പോയിന്റ്സ്. അപ്പോൾ ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് ആക്ച്വലി എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഗ്രാമിൽ ഒരു പാത്ത് ഉണ്ടെങ്കിൽ ആ പാത്ത് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ആ പാത്തിൽ വരുന്ന എല്ലാ വേരിയബിൾസിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഡെഫിനിഷൻസും ആ പ്രോഗ്രാമിൽ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം യൂണിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്സ് ഉണ്ടാവും. ആ ഇൻപുട്സ് വെച്ച് കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ആ കമ്പ്യൂട്ടേഷൻസിൽ വരുന്ന ന്യൂ വേരിയബിൾസിന് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്തിട്ട് റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കൺട്രോളിൻ്റെ ഫ്ലോ എങ്ങനെയാണ് അതനുസരിച്ച് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ കൺട്രോൾ എവിടെയാണ് പാസ് ആവുന്നത്, ആ പാസ് ചെയ്യുന്ന സ്ഥലത്തുള്ള ഡേറ്റാസ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. സോ ഫോർ ഓൾ ദിസ് വി പ്രൊവൈഡ് വിത്ത് ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും എക്സ്പെക്ട് ചെയ്യുന്ന ഡാറ്റ വാല്യൂസ് എത്ര അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഡാറ്റ ഫ്ലോ ടെസ്റ്റിങ്ങിന് സാധിക്കും. സോ അത് ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ വരുന്ന ഒരു കണ്ടീഷനാണ് അനോമലി. അനോമലി മീൻസ് എ സ്മോൾ എറർ ഓർ എൻ അബ്നോർമൽ ബിഹേവിയർ ഓഫ് എ കോഡിംഗ്. കോഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു അബ്നോർമൽ ബിഹേവിയർ ആണ്, കോഡ് കാണിക്കുന്ന ഒരു ഡീവിയേഷനെയാണ് നമ്മൾ അനോമലീസ് എന്ന് പറയാം. അപ്പോൾ ഡാറ്റ ഫ്ലോ അനോമലി ബേസിക്കലി നമുക്ക് ഡാറ്റ യൂസേജ് എത്രയാണ് അതനുസരിച്ച് എന്തൊക്കെ കാരണം കൊണ്ട് ഡാറ്റ എക്സിക്യൂഷൻ എറേഴ്സ് വരും, കോഡ് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ എറേഴ്സ് വരും, ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ വരും, അതിനൊക്കെ നമ്മൾ ഡാറ്റ ഫ്ലോ അനോമലീസ് എന്ന് പറയും. കാരണം ഈ അനോമലീസ് ഉണ്ടാവുന്നത് ഡാറ്റയുടെ ഓവർ യൂസേജ് കാരണം, അല്ലെങ്കിൽ ഡാറ്റയുടെ മിസ്മാച്ച് കാരണം, അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ മിസ്മാച്ച് കാരണം, അങ്ങനെയൊക്കെ കാരണം വരാം. So why? Because of why we say that data flow anomaly, you can see 3 examples. ഒന്ന്, ഒരു അബ്നോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 വാല്യൂസ് അസൈൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആദ്യത്തെ വാല്യൂ യൂസ് ചെയ്യുന്നില്ല, എന്നിട്ട് രണ്ടാമത്തെ വാല്യൂ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ദെൻ ഡിഫൈൻഡ് അഗെയിൻ. അപ്പോൾ ഒരു വട്ടം ഡിഫൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നില്ല, വീണ്ടും അതിനെ റീഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന അനോമലി വരും. പിന്നെ നെക്സ്റ്റ് കാര്യം, നമ്മൾ ഒരു വേരിയബിൾ അസൈൻ ചെയ്തു ബിഫോർ എ വാല്യൂ ടു ദ വേരിയബിൾ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അബ്നോർമൽ ടു യൂസ് എ വാല്യൂ ഓഫ് എ വേരിയബിൾ ബിഫോർ അസൈൻ. നമ്മൾ അസൈൻ ചെയ്യുന്നില്ല, അസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാല്യൂ നമ്മൾ യൂസ് ചെയ്താൽ
ചിലപ്പോൾ ഗാർബേജ് വാല്യൂസ് ഒക്കെ വരാം. സോ ഹെൻസ് ഇറ്റ് ഇസ് അൺഡിഫൈൻഡ് ബട്ട് ഇറ്റ് ഇസ് റെഫറൻസ്. നമ്മൾ ഡിക്ലെയർ ചെയ്തു, നമ്മൾ ജസ്റ്റ് അതിനെ യൂസ് ചെയ്യുമ്പോൾ അതിന് വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ക്യാൻ ബി ഗാർബേജ് വാല്യൂ. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി ഇസ് ദാറ്റ്, തേർഡ് എക്സാമ്പിൾ ഇസ് ദാറ്റ് എബ്നോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഡാറ്റ വാല്യൂ തന്നെ ജനറേറ്റ് ആയി പോകും, എന്നിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യില്ല. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഡാറ്റ ഫ്ലോ അനോമലി വരും. നെക്സ്റ്റ്, വാട്ട് ടു ഡു ആഫ്റ്റർ ഡിറ്റക്ടിങ് ആ ഡാറ്റ ഫ്ലോ അനോമലി. അപ്പോൾ നമ്മൾ ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു അനോമലി കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനോമലി കണ്ടെത്തിയാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രൊസീജിയർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കോസസ് ഓഫ് ദ ഡാറ്റ ഫ്ലോ അനോമലീസ് ആൻഡ് എലിമിനേറ്റ് ദം. എവിടെയാണ് ഡേറ്റയുടെ ഫ്ലോയുടെ പ്രശ്നങ്ങൾ കണ്ടത്, അത് എവിടെയാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അനോമലി വരാനുണ്ടായ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആഫ്റ്റർ ദാറ്റ് ഫിക്സ് ദാറ്റ് അനോമലി, ആൻഡ് അനോമലി ഒഴിവാക്കാൻ പുതിയ കോഡ് എഴുതി അതിന് എക്സിസ്റ്റിംഗ് കോഡിൽ നമ്മളത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് ഹൗ വി ക്യാൻ ഡിറ്റക്ട് ഡാറ്റ ഫ്ലോ അനോമലി ആൻഡ് ഹൗ ടു ചേഞ്ച് ദാറ്റ് അനോമലി. And also some other questions. Does the presence of data flow anomaly always mean that execution of the program will result in failure? അങ്ങനെ ഒരിക്കലും ഇല്ല. ലൈക്ക് ഡാറ്റ ഫ്ലോ അനോമലി വന്നു എന്ന് കരുതി അത് എപ്പോഴും ഫെയിലിയർ ആവണമെന്നില്ല. ഡാറ്റ ഫ്ലോ അനോമലി വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് എക്സിക്യൂഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ഡാറ്റ കണ്ടെത്താൻ പറ്റിയില്ല, ഡാറ്റ ഡിഫൈൻഡ് ആയിട്ടില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് വരാം. ബട്ട് ആ ഒരു എപ്പോഴും അത് എക്സിക്യൂഷൻ അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല. So it is simply an anomaly means that the program may fail, അല്ലെങ്കിൽ പ്രോഗ്രാമർ അതനുസരിച്ച് ആ അനോമലി ക്ലിയർ ചെയ്യാൻ നോക്കണം. So that is data flow testing. Next we move on to loop testing. Control structure testing വരുന്ന മൂന്നാമത്തെ ടെസ്റ്റിംഗ് ആണ് ലൂപ്പ് ടെസ്റ്റിംഗ്. ലൂപ്പ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ അത് ഒരു പാർട്ടാണ്. അത് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ലൂപ്പിൻ്റെ കൺസ്ട്രക്റ്റിൽ മാത്രം നോക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ലൂപ്പ് ടെസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് സാധാരണയുള്ള ലൂപ്സ് 4 തരത്തിലാണ്. ദാറ്റ് ഇസ് 3 അല്ല 4 തരത്തിലാണ്. സിമ്പിൾ, നെസ്റ്റഡ്, കൺകാറ്റനേറ്റഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് അതൊക്കെ ഈ ഒരു ലൂപ്പ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ക്യാരി ഔട്ട് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ സീ എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് ലൂപ്പ് ടൈപ്സ്. ദിസ് ഇസ് എ സിമ്പിൾ ടൈപ്പ്. ഇവിടെ ഇതൊന്ന് ഡിസൈഡ് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു, പിന്നെ തിരിച്ച് അതിലോട്ടേക്ക് തന്നെ വന്നു. ദിസ് ഇസ് എ സിമ്പിൾ സർക്കുലർ ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പിൻ്റെ അകത്ത് തന്നെ വേറൊരു ലൂപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ലൂപ്പ് കാണാം, പാരലി അതിൻ്റെ അകത്ത് വേറൊരു ലൂപ്പ് കാണാം, അങ്ങനെ ഉണ്ടാവും. കൺകാറ്റനേറ്റ് എന്ന് പറയുമ്പോൾ 2 സിമ്പിൾ ലൂപ്സ് നമ്മൾ കൺകാറ്റനേറ്റ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുന്നതാണ് കൺകാറ്റനേഷൻ. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ എല്ലാം വരും, സിമ്പിളും വരും, നെസ്റ്റഡും വരും, കൺകാറ്റനേറ്റഡും വരും, എല്ലാത്തിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു സ്ട്രക്ചറും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂപ്പൊക്കെ ഉണ്ട്. ദാറ്റ് ഇസ് അൺസ്ട്രക്ചേർഡ്. സോ ദിസ് ഇസ് ദ 4 types ഓഫ് ലൂപ്പ് ടൈപ്സ്. So we move on to the next slide. We will define what is loop testing and how simple loops is possible. സിമ്പിൾ ലൂപ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു റോംബസ് ഉണ്ടാവും. അതിന് ഡിസിഷൻ എടുത്തിട്ടാണ് അടുത്ത ഫ്ലോ ചാർട്ടിൻ്റെ അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. സോ ദർ വിൽ ബി മാക്സിമം നമ്പർ ഓഫ് അലൗവബിൾ പാസസ് ത്രൂ ദാറ്റ് ലൂപ്പ്. ആൻഡ് അത് വെച്ച് നമുക്ക് ഒന്നെങ്കിൽ ആ ലൂപ്പിൽ കയറുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ലൂപ്പ് കയറുന്നില്ലെങ്കിൽ നമുക്ക് ആ ലൂപ്പ് എൻറ്റയർലി സ്കിപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ലൂപ്പിൽ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു തവണെങ്കിലും പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ലൂപ്പിൽ 2 തവണെങ്കിലും, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡിസിഷൻസ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു അതനുസരിച്ച് പാസ് ചെയ്യണം. പിന്നെ n-1 n+1 പാസസ് ത്രൂ ദ ലൂപ്പ്. സോ ഒരു ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മിനിമം എത്രയെങ്കിലും ടൈംസ് ലൈക്ക് ഇറ്റ് ഷുഡ് ട്രാവേഴ്സ് ത്രൂ ദ ലൂപ്പ്. അതല്ലെങ്കിൽ പിന്നെ ലൂപ്പ് കൊടുക്കാനേ പാടില്ല, എൻറ്റയർലി ദ ലൂപ്പ് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ വെച്ചിട്ട് നമുക്കൊരു ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ വി സേ ഇറ്റ് ആസ് സിമ്പിൾ ലൂപ്പ്. നെക്സ്റ്റ് വി ഹാവ് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ലൂപ്പിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പ് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ കുറച്ചും കൂടി ജോമെട്രിക്കലി വലുതായിട്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്നോമോസ്റ്റ് ലൂപ്പ് എന്ന് വേണം ആദ്യം തുടങ്ങാൻ, എന്നിട്ട് എല്ലാ ലൂപ്പ്സും ട്രാവേഴ്സ് ചെയ്യേണ്ടത് നോക്കാം. ഇല്ലാത്ത ലൂപ്പ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ സിമ്പിൾ ലൂപ്പ് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ലൂപ്പ് ടെസ്റ്റ് ചെയ്യുക. ഇന്നോമോസ്റ്റ് ലൂപ്പിൽ തന്നെ ട്രാവേഴ്സ് ചെയ്ത് ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്ന വിധത്തിൽ ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ പോകുന്നില്ലാത്ത കേസ് നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഐറ്ററേഷൻ പാരാമീറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഫോർ i = 0, i less than and i++ എന്ന് പറയുമ്പോൾ ആ i ആണ് നമ്മുടെ ഐറ്ററേഷൻ പാരാമീറ്റർ. സോ വി ഷുഡ് യൂസ് മിനിമം നമ്പർ ഓഫ് ഐറ്ററേഷൻ പാരാമീറ്റർ. അതുപോലെ തന്നെ എല്ലാ ലൂപ്പും ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എല്ലാത്തിലും കണ്ടിന്യൂ ചെയ്യണം. എല്ലാ നെസ്റ്റഡ് ലൂപ്പും മിനിമം വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എല്ലാ ലൂപ്സും കാൽക്കുലേറ്റ് ചെയ്യണം. So this is the procedure followed for nested loops.
ആൻഡ് ദെൻ വി ഹാവ് കൺകാറ്റനേറ്റഡ് ലൂപ്സ്. അതായത് 2 സിമ്പിൾ ലൂപ്സ് കൺകാറ്റനേറ്റ് ചെയ്ത് ഒരുമിച്ച് അപ്പൻഡ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മളതിനെ കൺകാറ്റനേറ്റഡ് ലൂപ്സ് എന്ന് പറയുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിമ്പിൾ ലൂപ്സ് ആണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ലേന്ന് നോക്കും. അപ്പം ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൺകാറ്റനേറ്റ് ചെയ്യുമ്പോൾ ലൂപ്പ് 1 ലൂപ്പ് 2 ഉണ്ട്. സോ ആദ്യം ലൂപ്പ് 1ൻ്റെ കൗണ്ടർ നോക്കും, പിന്നെ ലൂപ്പ് 2ൻ്റെയും നോക്കും, എന്നിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ നോക്കും. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ ദാറ്റ് ഇസ് ദ ലൂപ്പ് കൗണ്ടർ ഫോർ ലൂപ്പ് 1 ഇസ് യൂസ്ഡ് ആസ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ലൂപ്പ് 2. അതായത് അങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം, ഡിപെൻഡൻ്റ് ആയതിനെ നമുക്ക് കൺകാറ്റനേറ്റഡ് ആയിട്ട് തന്നെ വെക്കണം. ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഹാവ് അൺസ്ട്രക്ചേർഡ് ലൂപ്സ്. അൺസ്ട്രക്ചേർഡ് ലൂപ്സ് എന്ന് പറയുന്നത് നമുക്ക് അൺസ്ട്രക്ചേർഡ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലൂപ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. സോ അത് എഫക്റ്റീവ്ലി നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്കതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് റീഡിസൈൻ ചെയ്ത് അതിൽ ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞിട്ട് ഉള്ള ലൂപ്പ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. സോ ദിസ് ഇസ് എ വെരി ബാഡ് പ്രാക്ടീസ് ആൻഡ് ഷുഡ് ബി റീഡിസൈൻഡ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചേർഡ് പറഞ്ഞ വലിയൊരു അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ എല്ലാ ലൂപ്സിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അത് മാനുവലി ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. So that design should be braked and it should be redesigned. അപ്പോൾ ഇത്രയാണ് ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ്. Thus we come to the end of this section. Thank you.